പ്രത്യേകിച്ച് ഏപ്രിൽ മെയ് മാസങ്ങളൊക്കെ മലങ്കര സഭയുടെ വിവിധ ദേവാലയങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായി ആഘോഷിക്കുവാൻ തക്കവണ്ണം എല്ലാവരുടെയും മനസ്സിൽ ചിരപ്രതിഷ്ഠ നേടിയിട്ടുള്ള ഒരു വിശുദ്ധനാണ് മോർ ഗീവർഗീസ് സഹദാ. അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ ഒരു ക്രൈസ്തവൻ്റെ ജീവിതവുമായി താദാത്മ്യപ്പെടുത്തുമ്പോൾ ഒരുപക്ഷെ ഭൗതികമായ മെച്ചപ്പെടിയിലും ഭൗതികമായ സംരക്ഷണവും ആത്മീയമായ കരുതലിലുപരി ഈ വിശുദ്ധൻ നമ്മുടെ ജീവിതത്തോട് സംവദിക്കുന്ന ആധ്യാത്മികമായ മൂല്യങ്ങളെ എന്നും ഉയർത്തിപ്പിടിക്കുവാനുള്ള സന്നദ്ധത നമ്മുടെ ജീവിതത്തിൽ അനിവാര്യമാകേണ്ടുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. ക്രൈസ്തവ ജീവിതത്തിൽ വിജയം എന്ന് പറയുന്ന പദം അത് 3 ഘടകങ്ങളുടെ സമ്മിശ്രമായ ഫലമാണ്. ഒന്നാമത് വിജയിക്കുക എന്ന് പറയുമ്പോൾ വിജയം ആഗ്രഹിക്കുക, രണ്ടാമതായി വിജയത്തിനു വേണ്ടി പരിശ്രമിക്കുക, മൂന്നാമതായി ദൈവത്തിൻ്റെ കൃപ സമൃദ്ധമായി ഉണ്ടാകുക എന്നുള്ളതാണ്. ആഗ്രഹം, പരിശ്രമം, ദൈവകൃപ, ഈ 3 ഗുണങ്ങൾ എവിടെയൊക്കെ യോജിച്ചു വരുന്നുണ്ടോ അവിടെ മാത്രമേ വിജയം കരസ്ഥമാകുകയുള്ളൂ. നമ്മുടെയൊക്കെ ആധ്യാത്മിക ജീവിതത്തിലും ഇതൊക്കെയുണ്ട്. പലപ്പോഴും ആഗ്രഹവും പരിശ്രമവും ഉണ്ട്, ദൈവകൃപ കാണത്തില്ല. അല്ലെങ്കിൽ ദൈവകൃപയുണ്ട്, ആഗ്രഹവും പരിശ്രമവും കാണത്തില്ല. എന്നാൽ സഭയുടെ ചരിത്രത്തിൽ ഓരോ ക്രൈസ്തവൻ്റെയും വിശ്വാസം എന്ന് പറയുന്നത് ക്രിസ്തുവിനോട് താദാത്മ്യപ്പെട്ടുകൊണ്ട് ഒരു വിശുദ്ധിയിലെ പടവിലേക്ക് നടന്നെത്തുക എന്നുള്ളതാണ്. അതിനുള്ളൊരു പരിശ്രമമാണ് ഈ പരിശുദ്ധൻ്റെ ജീവിതത്തിലുണ്ടായത്. അദ്ദേഹം ക്രിസ്തുവിനെ അനുഗമിക്കുവാൻ ആഗ്രഹിച്ചു. ക്രിസ്തുവിന് വേണ്ടി പലതും ചെയ്യുവാൻ അദ്ദേഹം പരിശ്രമിച്ചു. തൻ്റെ പരിശ്രമത്തിന് ദൈവത്തിൻ്റെ കൃപ സമൃദ്ധമായി അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. സാധാരണ ഒരു വിശുദ്ധൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു പുരോഹിതനോ അല്ലെങ്കിൽ ഒരു മേൽപ്പട്ടക്കാരനോ അല്ലെങ്കിൽ അങ്ങനെ ഒരു സന്യാസിവര്യന്മാരൊക്കെയാണ് പൊതുവെ വിശുദ്ധനായിട്ട് സഭയുടെ ചരിത്രത്തിലുള്ളത്. എന്നാൽ കേവലം ഒരു പട്ടാളക്കാരൻ ഒരു വിശുദ്ധിയുടെ പദവിയിലേക്ക് വളരുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ചിത്രം നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും അത് ജീവിതത്തിൽ ഒരു ഇവൻ്റാണ് അവിടെ കാണുന്നത്. ഒരു ദേശത്തെ മുഴുവനായി രക്ഷിക്കുവാൻ വേണ്ടി അദ്ദേഹം ശ്രമിക്കുന്ന ഒരു പരിശ്രമത്തെയാണ് ചിത്രത്തിൽ പോലും വരച്ച് കാണിക്കുന്നത്. അങ്ങനെയെങ്കിൽ അദ്ദേഹത്തെ സംബന്ധിച്ചുള്ള ഒരു 3-ാം നൂറ്റാണ്ട് ആ ഒരു സഭാ ചരിത്രത്തിൽ തന്നെ പൗലോസ്ലീഹ പറയുന്നത് പോലെ ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാണെന്നൊരു ബോധ്യത്തിൽ ജീവിച്ച ഒരു വിശുദ്ധനാണ് 3-ാം നൂറ്റാണ്ടെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ആ 3-ാം നൂറ്റാണ്ടുള്ള ചരിത്രത്തിലൊക്കെ രക്തസാക്ഷികൾ ഈ ലോകത്തിലെ മരണത്തോടുകൂടെ അല്ലെങ്കിൽ വാളോടുകൂടെ ആക്രമണങ്ങളോടുകൂടെ ശിരസ് ഛേദിക്കപ്പെടുന്നതിലൂടെയൊക്കെ ജീവൻ നഷ്ടപ്പെട്ടാലും ഒരു എറ്റേണിറ്റി ദൈവവുമായിട്ടുള്ള ചേർന്നുള്ള ഒരു നിത്യതയുടെ അനുഭവം ഉണ്ട് എന്ന ഒരു വിശ്വാസം, അതിലുപരി കാതലായിട്ടുള്ളൊരു സത്യത്തെ ജീവിതത്തിൻ്റെ കേന്ദ്രബിന്ദുവായി ജീവിച്ചിരുന്ന ഒരു സമൂഹമാണ് 3-ാം നൂറ്റാണ്ടിൽ ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് രക്തസാക്ഷിത്വം വഹിച്ച് ദൈവത്തോട് ചേരുവാൻ ആഗ്രഹിക്കുന്ന ആത്മാക്കളുടെ ഒരു കൂട്ടം തന്നെയാണ് സഭാചരിത്രത്തിൻ്റെ വളർച്ചയിൽ എന്നും കാതലായിട്ടുള്ള ബിന്ദു. ഇന്ന് നൂറ്റാണ്ടുകൾ നമ്മൾ കഴിഞ്ഞു. നമ്മൾ ഈ സഹദായെ അനുസ്മരിക്കുമ്പോൾ ഇന്ന് നമ്മുടെ പ്രാർത്ഥനയുടെ ഏതെങ്കിലും ഒരു അംശം സ്വർഗരാജ്യത്തെ ലക്ഷ്യം വെച്ചിട്ടുണ്ട്. എനിക്ക് മരണശേഷം സ്വർഗത്തിലേക്ക് പോകണമെന്നുള്ള ആഗ്രഹത്തോടുകൂടെ നമ്മുടെ ഡെയിലി പ്രാർത്ഥനയിൽ ആ ഒരു സെൻറ്റൻസ് നമ്മൾ അധികം പേരും ചേർക്കാറില്ല. പലപ്പോഴും ഈ ലോകത്തിൽ കുറച്ച് നാൾ കൂടെയൊക്കെ ജീവിക്കുക, കുറച്ച് നാളൊക്കെ ശ്രേഷ്ഠമായിട്ട് ആയിരിക്കുക, ഭൗതികമായിട്ടുള്ള അനുഗ്രഹങ്ങളെ ലഭിക്കുക എന്നതിലുപരി എറ്റേണിറ്റി നിത്യതയിൽ ദൈവത്തോട് ചേർന്നുള്ള ജീവിതത്തിൻ്റെ അനുഭവത്തിന് വേണ്ടി വാഞ്ചിക്കുന്ന ആളുകളുടെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് പരിശുദ്ധനായ മോർ ഗീവർഗീസ് സഹദായുടെ ജീവിതം നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിൽ ഒരു ചലഞ്ചായിട്ട് മാറ്റപ്പെടുന്നത്. നമുക്കറിയാം, ഈ വിശുദ്ധൻ്റെ ചരിത്രത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്. അദ്ദേഹം വളർന്നു വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആധ്യാത്മിക ജീവിതം പക്വതപ്പെടുത്തുന്നതിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ അമ്മ ഒരു കൈലേസ് അദ്ദേഹത്തെ കൂടെ കാണിക്കുമായിരുന്നു. ഈ കൈലേസ് എന്ന് പറയുന്നത് ക്രൈസ്തവ വിശ്വാസത്തിന് വേണ്ടിയാണ് ഈ ഗീവർഗീസ് സഹദായുടെ പിതാവ് മരണപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ രക്തം ഒപ്പിയെടുത്ത കൈലേസാണ് ഈ അമ്മയുടെ കയ്യിലിരിക്കുന്നത്. അങ്ങനെ ഈ കൈലേസ്
ഇടയ്ക്കിടയ്ക്ക് ഗീവർഗീസ് സഹദായെ കാണിക്കുന്നത് നിന്റെ പിതാവ് എന്തിനു വേണ്ടി, എന്ത് വിശ്വാസത്തിന് വേണ്ടി തൻ്റെ ജീവിതം സമർപ്പിച്ചുവോ അതിനു വേണ്ടി തന്നെ സമർപ്പിക്കുവാനുള്ള ഒരു ബോധ്യമാണ് അവിടെ ഈ അമ്മ ഈ മകന് വെച്ച് നീട്ടുന്നത്. നമുക്കറിയാം, ഇന്ന് ശാസ്ത്ര സാങ്കേതിക വിദ്യകളൊക്കെ വർദ്ധിച്ചു, മനുഷ്യൻ്റെ എല്ലാം വിരൽത്തുമ്പിൽ എത്തുന്ന ആ ഒരു സാഹചര്യം വന്നു. നിത്യതയെക്കുറിച്ചോ സ്വർഗത്തെക്കുറിച്ചോ മനുഷ്യന് ലക്ഷ്യമില്ലാതെ വന്നു. ഇന്നത്തെ ഒരു സാഹചര്യം നമുക്കറിയാം. ഇന്ന് ഒരുപക്ഷെ ഒരു 2 വയസ്സുള്ള ഒരു കുഞ്ഞിൻ്റെ കരച്ചിൽ നിർത്തണമെങ്കിൽ ഒരു സ്മാർട്ട് ഫോൺ ഈ കൊച്ചിൻ്റെ കയ്യിൽ കൊടുത്താൽ മതി. മിനിറ്റിനുള്ളിൽ കുഞ്ഞിൻ്റെ കരച്ചിൽ നിർത്തും. അത് ഈസി ആയിട്ട് അത് കൈകാര്യം ചെയ്യും. പ്രായം കുറവാണെങ്കിലും അത് ഇന്നത്തെ ഒരു കാലഘട്ടം അനുസരിച്ച് വളരുന്നുണ്ട്. അപ്പോൾ ഒരു സ്മാർട്ട് ഫോൺ കൊണ്ട് ഒരു കുഞ്ഞിൻ്റെ ശബ്ദത്തെ, കരച്ചിലിനെ അടക്കുവാൻ നമ്മുടെ പേരൻസിന് കഴിയുന്നുണ്ട്. ഇന്ന് പുതിയ ടെക്നോളജികൾ വളർന്നപ്പോൾ പഠനവും മുന്നോട്ടുള്ള പുരോഗതിക്കൊക്കെ ഇതെല്ലാം നമുക്ക് സഹായകരമായിട്ട് മാറുമ്പോഴും നമ്മൾ ചിന്തിക്കേണ്ടുന്ന ഒരു കാര്യം, നമ്മൾ നമ്മുടെ തലമുറകൾക്ക് കൊടുക്കുന്ന സത്യം തലമുറകൾക്ക് പകർന്നു കൊടുക്കുന്ന വിശ്വാസ സത്യത്തിൻ്റെ കാതലുകൾ എത്രമാത്രം ദൂരെ നിൽക്കുന്നു എന്നുള്ളതാണ്. ഗീവർഗീസ് സഹദായുടെ കാലഘട്ടത്തിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ഒരു ആധ്യാത്മികമായിട്ടുള്ളൊരു പുരോഗതി കൊടുക്കുവാൻ തക്കവണ്ണം സാധിച്ചതും തന്നെ ഈ അമ്മ ഇടയ്ക്കിടയ്ക്ക് കാണിക്കുന്ന ഈ കൈലേസാണ്, രക്തം പുരണ്ട കൈലേസ്. അത് കാണിക്കുമ്പോൾ അദ്ദേഹത്തിന് എനിക്കും ഒരു രക്തസാക്ഷിയായി മാറണം, ക്രിസ്തുവിന് വേണ്ടി മരിക്കണമെന്നുള്ള ഒരു സന്നദ്ധത അദ്ദേഹത്തിന് രൂപപ്പെടുകയാണ്. അതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു ആധ്യാത്മിക തലത്തിലേക്ക്, നമ്മുടെ കുഞ്ഞുങ്ങളിലേക്ക് ക്രിസ്തു കേന്ദ്രീകൃതമായ ഒരു ജീവിത ശൈലിയിലേക്ക് അവരെ വളർത്തിയെടുക്കുവാനും ക്രിസ്തുവിന് വേണ്ടി, ഇന്നൊരു രക്തസാക്ഷിത്വത്തിൻ്റെ കാലഘട്ടമൊന്നുമല്ല, എന്നിരുന്നാലും ജീവിതത്തിൽ ക്രിസ്തു കേന്ദ്രീകൃതമായിട്ടൊരു നവ്യ അനുഭവത്തിലേക്ക് നമ്മുടെ തലമുറകളെ വളർത്തിയെടുക്കുവാനുള്ളൊരു നിയോഗം നമുക്ക് ലഭിക്കുക എന്നുള്ളത് ഏറ്റവും വലിയ കാര്യമാണ്. അതുപോലെ തന്നെ ഗീവർഗീസ് സഹദായിൽ വീണ്ടും നമ്മൾ കാണുന്ന ഒരു പ്രത്യേകതയുണ്ട്. നമ്മൾ സോഷ്യൽ വർക്കിൽ 2 തീമുണ്ട്. എമ്പതി, സിമ്പതി എന്ന് പറയും. സിമ്പതി എന്ന് പറയുമ്പോൾ ഒരു മനുഷ്യൻ്റെ വേദനയോട് സഹാനുഭൂതി തോന്നുക, അത് കഷ്ടമായി പോയി, ഒരു ഭാരം കാണുന്ന, വിഷമം കാണുന്ന, രോഗം കാണുമ്പോഴൊക്കെ അവരുടെ അനുഭവങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി അവരോട് സഹതാപം കാണിക്കുക എന്നുള്ളതാണ്. എന്നാൽ എമ്പതി എന്ന് പറയുമ്പോൾ, സഹാനുഭൂതി എന്ന് പറയുമ്പോൾ അവരുടെ പ്രശ്നങ്ങളെ നമ്മുടെ കണ്ണുകൾ കൊണ്ട് നമ്മളിലൂടെ അവരെ വായിച്ചെടുക്കുകയാണ്. ഇത് തന്നെയാണ് ഗീവർഗീസ് സഹദായുടെ ആ ജീവചരിത്രത്തിൽ നമ്മൾ കാണുന്നത്. അതായത് ഒരു സമൂഹം മുഴുവനും ഈ വ്യാളി എന്ന് പറയുന്ന ഒരു മഹാസർപ്പത്തെ പേടിച്ച് അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നറിയാതെ വേദനപ്പെടുന്ന അനുഭവത്തിൽ അദ്ദേഹം ഒരു റിസ്ക് ഏറ്റെടുക്കുവാൻ തക്കൊണ്ട് മുന്നോട്ട് വരികയാണ്. അവിടെ ജനങ്ങളെല്ലാം അവരുടെ ജീവൻ നഷ്ടപ്പെടുന്നു, ആടുമാടുകൾ നഷ്ടപ്പെടുന്നു, സാഹചര്യങ്ങൾ നഷ്ടപ്പെടുന്നു. അങ്ങനെ വിപരീതമായ സാഹചര്യത്തിൽ എനിക്ക് എന്ത് ചെയ്യുവാൻ കഴിയുമെന്നുള്ള ഒരു ബോധ്യത്തിൽ അവരുടെ വേദനകളെ എൻ്റെ വേദനകളാക്കി മാറ്റുവാനുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ശ്രമത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് അദ്ദേഹം പ്രജനവേശനായി ചെന്ന് ഈ സ്ഥലങ്ങളൊക്കെ കണ്ട്, ഒരു പട്ടാളക്കാരനെങ്കിലും അവിടുത്തെ സാഹചര്യങ്ങളെ കണ്ട് കുതിരപ്പുറത്ത് കയറി അദ്ദേഹം ആ വ്യാളിയുടെ വാളുകൊണ്ട് വെട്ടി കുന്തം കൊണ്ട് അദ്ദേഹത്തെ, ആ മൃഗത്തെ ഇല്ലായ്മ ചെയ്യുവാൻ തക്കവണ്ണം അവിടെ ഗീവർഗീസ് സഹദാ ശ്രമിക്കുന്നത്. അത് അവൻ്റെ ഒരു എഫർട്ടാണ് ആ ഒരു സമൂഹം മുഴുവൻ ഒരു കൃപയുടെ നീർച്ചാലുകളായിട്ട് മാറ്റപ്പെടുന്നത്. പ്രിയപ്പെട്ടവരെ, ഒരു സെൽഫ് സെൻട്രിക് ആയിട്ടുള്ള ഒരു ജീവിതത്തിലാണ് നമ്മുടെ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ ജീവിക്കുന്നത്. നമ്മുടെ കുടുംബം, നമ്മുടെ വ്യക്തിപരമായ കാര്യങ്ങൾ, നമ്മളെപ്പോഴും നമ്മുടേതെന്ന് പറയുന്ന 3 കാര്യങ്ങളാണ്. ഒന്ന് നമ്മുടെ ബന്ധം, രണ്ടാമത് നമ്മുടെ ശരീരം, മൂന്നാമത് നമ്മുടെ സാമ്പത്തിക അവസ്ഥ. എൻ്റെ കൈ, എൻ്റെ കാല്, എൻ്റെ ഭവനം, എൻ്റെ മകൻ, അല്ലെങ്കിൽ എൻ്റെ ബിസിനസ്, ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ എൻ്റേതെന്ന് പറയുന്നതെല്ലാം സമ്പൂർണ്ണമായി ദൈവത്തിനെ കൊടുക്കുമ്പോഴാണ് ദൈവകേന്ദ്രീകൃതമായ ഒരു ജീവിതം അവിടെ ലഭിക്കുന്നത്. ആ ഒരു പട്ടാളക്കാരന് സെൽഫ് സെൻട്രിക്കായിട്ട് എൻ്റെ ജീവിതം, എൻ്റെ കുടുംബം, എൻ്റെ സാഹചര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ച് ജീവിക്കാമെന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് ഒരു സമൂഹത്തെ മുഴുവനും ഉദ്ധരിക്കുവാൻ തക്കവണ്ണം അദ്ദേഹം അവിടെ ഒരു പരിശ്രമം നടത്തിയാണ്. ഒരു വിശാലമായ ഒരു ക്രൈസ്തവ ദർശനത്തിൻ്റെ മുഖശില്പിയായിട്ട് ഗീവർഗീസ് സഹദാ അവിടെ മാറ്റപ്പെടുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യമാണ്. ഇന്ന് വിശ്വാസ ജീവിതം വളരെ ശോധന ചെയ്യപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. അവസാനമായിട്ട് ഗീവർഗീസ് സഹദായിൽ നമ്മൾ കാണുന്നുണ്ട്, അദ്ദേഹം ഈ വലിയ ഈ ഒരു അതിനെ കൊന്നതിന് ശേഷം രാജാവ് ഒരുപാട് ഓഫറുകൾ കൊടുക്കുന്നുണ്ട്. ആ പെൺകുട്ടി വിവാഹം കഴിക്കാനുള്ള അനുവാദം കൊടുക്കുന്നുണ്ട്, സാമ്പത്തികം കൊടുക്കുന്നുണ്ട്, ഇതെല്ലാം കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇതെല്ലാം ഒരു പൂർണ്ണമായി അദ്ദേഹം വർജിക്കുകയാണ്. ഒരുപക്ഷെ അദ്ദേഹത്തിന് ധാരാളം സാധ്യതകൾ അദ്ദേഹത്തിൻ്റെ മുമ്പിലുള്ളപ്പോൾ പോലും അദ്ദേഹം അതിനെ പരിപൂർണമായി ഉപേക്ഷിച്ചുകൊണ്ട് ഒരു സമൂഹത്തെ മുഴുവൻ ഒരു ക്രിസ്ത്യാനിയായി മാറ്റുവാൻ തക്കവണ്ണം ഇടയാകുകയാണ്. അദ്ദേഹത്തിൻ്റെ ചരിത്രം ഞാൻ കൂടുതൽ പറയുന്നില്ല. അദ്ദേഹത്തെ കൊല്ലുവാൻ കൊണ്ടുപോകുമ്പോഴും, അദ്ദേഹത്തെ ജയിലിലടയ്ക്കുമ്പോഴും, അദ്ദേഹത്തിൻ്റെ ദേഹത്ത് അമ്പുകൾ കുത്തി അമ്പുകൾ കൊണ്ട് ചക്രമുണ്ടാക്കി അതിലൂടെ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ മുറിവേൽപ്പിക്കപ്പെടുമ്പോഴും,
അന്യദൈവത്തെ ആരാധിക്കുവാൻ തക്കവണ്ണം അദ്ദേഹത്തിന് ആഹ്വാനം ചെയ്യുമ്പോഴൊക്കെ അദ്ദേഹം പറഞ്ഞു, ഞാൻ ആർക്കു വേണ്ടി വിശ്വസിച്ചുവോ ആ ദൈവത്തിൽ നിന്ന് എൻ്റെ വിശ്വാസത്തെ വ്യതിചലിപ്പിക്കുവാൻ തക്കവണ്ണം കഴിയില്ല എന്നുള്ളത് അദ്ദേഹം അവിടെ പ്രഖ്യാപിക്കുകയാണ്. അതുകൊണ്ടെന്താ, മന്ത്രവാദി ക്രിസ്ത്യാനിയാകുന്നു, ആ ദേശം മുഴുവൻ ക്രിസ്ത്യാനിയാകുന്നു, പട്ടാളക്കാർ ക്രിസ്ത്യാനികളാകുന്നു. അദ്ദേഹത്തിൻ്റെ ജീവിതം കൊണ്ട് അനേകം ആളുകൾ ഈ വിശ്വാസത്തിലേക്ക് കടന്നു വരുന്നു എന്നുള്ളത് പരമാർത്ഥമായിട്ടുള്ള സത്യമാണ്. ഫെയ്ത്തിൻ്റെ ഒരു എക്സിബിഷൻ, വിശ്വാസ ജീവിതം പ്രസംഗത്തിലല്ല, അത് നമ്മുടെ ജീവിതത്തിൽ പ്രകടിപ്പിച്ച് കാണിക്കുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കണം. ഇന്നൊരു പക്ഷേ ഒരു ദേവാലയത്തിൽ അംഗത്വം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഇടവകയോട് ചേർന്ന് മാമോദിസ ഏറ്റിട്ടുണ്ടെങ്കിൽ, ഒരു ക്രിസ്തീയ പേരുണ്ടെങ്കിൽ നമ്മളെല്ലാവരും ക്രിസ്ത്യാനിയാണെന്ന് പറയും. എന്നാൽ യഥാർത്ഥത്തിൽ ക്രിസ്ത്യാനിയായി മാറുന്നത് ക്രിസ്തുവിനെ ജീവിതത്തിൻ്റെ വിവിധ മേഖലകളിൽ അനുഗമിക്കുകയും പ്രകടിപ്പിക്കുകയും ചെയ്യുന്ന ഒരു അനുഭവത്തിലേക്ക് ഒരു ക്രൈസ്തവൻ വളർത്തപ്പെടുമ്പോഴാണ്. ഇന്ന് നമ്മളിൽ നിന്ന്, നമ്മുടെ ജീവിതത്തിൽ ഇവൻ പൗരോഹിത്യം സ്വീകരിച്ച ഞങ്ങളിൽ നിന്ന് എത്രയോ ആളുകൾക്ക് ഈ വിശ്വാസത്തിലേക്ക് കടന്നു വരാൻ കഴിയുന്നുണ്ട് എന്നുള്ളത് ഒരു ചലഞ്ചായി നമ്മൾ ഏറ്റെടുക്കേണ്ടുന്ന ഒരു കാലഘട്ടമാണ്. നാമമാത്രമായ ക്രിസ്ത്യാനികളിൽ നിന്ന് നവ്യമായ ജീവിതത്തിൻ്റെ അനുഭവങ്ങളിലേക്ക്, നാമമാത്രമായ ക്രിസ്തീയ അനുഭവത്തിൽ നിന്ന് ക്രിസ്തു എന്താണോ ജീവിതത്തിൽ എക്സ്പെക്റ്റ് ചെയ്യുന്നത്, ക്രിസ്തുവിനെ ആളുകൾ എങ്ങനെയാണോ കാണുന്നത്, അങ്ങനെയുള്ള ഒരു ആധ്യാത്മിക തലങ്ങളിലേക്ക് നമ്മൾ മാറ്റപ്പെടേണ്ടതായിട്ട് ഉണ്ട്. അനേകം ആളുകളെ ക്രിസ്തുവിലേക്ക് ആകർഷിക്കുന്ന ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഞാൻ അവിടെ വർക്ക് ചെയ്യുന്ന ഒരു പോത്താനിക്കാട് ഒരു പാലിയേറ്റീവ് കെയർ ഉണ്ട്. അതുകൊണ്ട് പറഞ്ഞ് ഞാൻ അവസാനിപ്പിച്ചോളാം. അവിടെ ഒരു 42 വയസ്സുള്ള ഒരു യുവാവുണ്ട്. അദ്ദേഹം 21ാമത്തെ വയസ്സിൽ ഒരു ആക്സിഡൻറ്റിൽ ഈ നെഞ്ചിൻ്റെ താഴ്ഭാഗത്തേക്ക് തളർന്നു പോയ ഒരു മനുഷ്യനാണ്. അദ്ദേഹം ആ പാലിയേറ്റീവ് കെയറിൽ താമസിക്കുകയാണ്. 21 വർഷമായിട്ട് അദ്ദേഹം കട്ടിൽ കിടക്കുകയാണ്. ഇപ്പോൾ അദ്ദേഹം വേദപുസ്തകം മുഴുവനായിട്ട് കൈകൊണ്ട് എഴുതി തീർത്തു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ എഴുത്തും അദ്ദേഹത്തോടുള്ള സംസാരങ്ങൾ ഒക്കെ ഉണ്ടായപ്പോൾ ജീവിതത്തിൽ പലപ്പോഴും കൈയും കാലും ആരോഗ്യങ്ങളും ഒക്കെ ദൈവം നമുക്ക് കൃപയ്ക്കുമേൽ കൃപ ജീവിതത്തിൽ തന്നിട്ട് പോലും പലപ്പോഴും ഒരു ക്രിസ്താനുകരണത്തിലേക്ക് പോകുവാൻ കഴിയുന്നില്ല എന്നുള്ളത് നമ്മൾ ജീവിതത്തിൽ അനുഭവിക്കുന്ന, നമ്മളെ തന്നെ ശോധന ചെയ്യേണ്ടുന്ന അനുഭവമാണ്. പലപ്പോഴും ദൈവം തന്നിരിക്കുന്ന അവസരങ്ങളെ അത് പക്കമായിട്ട് ഉപയോഗിച്ച് അനേകം ആളുകളെ ക്രിസ്തുവിലേക്ക് അടുപ്പിക്കുക, ആ ഒരു തലങ്ങളിലേക്ക് നടക്കുമ്പോഴാണ് നമ്മുടെ പെരുന്നാൾ ആഘോഷം ഏറ്റവും ശ്രേഷ്ഠമായിട്ട് മാറുന്നത്. പരിശുദ്ധനായ ഗീവർഗീസഹായുടെ ജീവിതം നമ്മുടെ മുമ്പിൽ അനേകം വെല്ലുവിളികളുണ്ട്. അദ്ദേഹത്തിൻ്റെ പെരുന്നാൾ ആചരിക്കുമ്പോൾ നമുക്ക് ഭൗതികമായിട്ടുള്ള ഒരു ഇമ്പ്രൂവ്മെൻറ്റ് മാത്രമല്ല, ഭൗതികമായിട്ടുള്ള ഒരു വളർച്ച മാത്രമല്ല, ആധ്യാത്മിക തലത്തിൽ ക്രിസ്തുവിനെ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ ക്രിസ്തുവിനെ പകർന്നു കൊടുക്കുവാൻ, ക്രിസ്തുവിനെ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിലൂടെ ക്രിസ്തുവിനെ അനേകം ആളുകൾ കാണുവാൻ, ക്രിസ്തുവിൻ്റെ രഹസ്യങ്ങളെ ക്രിസ്തുവിന് വേണ്ടി യത്നിക്കുവാൻ. അതുപോലെ തന്നെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ക്രിസ്തു എന്ന് പറയുന്ന ആ ഒരു സത്യസാക്ഷ്യത്തിന് വേണ്ടി പ്രചോദനമാകുവാനും നിസ്സാരം ഒരു കൈലേസ് അദ്ദേഹത്തെ ആത്മീയമായി വളർത്തിയതുപോലെ നമ്മുടെ തലമുറകളെ ക്രിസ്തുവിലേക്ക് അടുപ്പിക്കുവാനും പരിശുദ്ധനായ മോർ ഗീവർഗീസഹദായുടെ അനുഗ്രഹീതമായിട്ടുള്ള ജീവിത സാഹചര്യങ്ങളെ, സാധ്യതകളെ നമ്മുടെ ജീവിതത്തിൽ പകരുവാനും ഇടയാകണം. അതിനപ്രകാരം ഒരു ആധ്യാത്മിക ജീവിതത്തിൽ പരിശുദ്ധനായ മോർ ഗീവർഗീസഹദായോട് ചേർന്ന്, പരിശുദ്ധന്മാരോട് ചേർന്ന് നമുക്ക് നമ്മുടെ ആധ്യാത്മിക ജീവിതത്തെ ബലപ്പെടുത്താം. അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകളെ ഉപസംഹരിക്കുന്ന എല്ലാവർക്കും പെരുന്നാളിൻ്റെ ആശംസകൾ അറിയിക്കുന്നു.